കായംകുളത്തെ വിറപ്പിച്ച കൃഷ്ണപുരം യക്ഷി. കായംകുളത്ത് രാജാവിന്റെ കീഴിലുള്ള കൃഷ്ണപുരത്തായിരുന്നു ഉപദ്രവം. ഈ യക്ഷി മനുഷ്യനെ ആകർഷിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു പതിവ്. സുന്ദരിയായ ഒരു സ്ത്രീരൂപം ധരിച്ച് നാട്ടുവഴിയിൽ നിൽക്കും. ഈ വഴിയിൽ കൂടി പുരുഷന്മാരാരെങ്കിലും വന്നാൽ അവരെ മയക്കിയെടുക്കും. അവളുടെ വശ്യമായ പുഞ്ചിരിയിൽ യുവാക്കളും വൃദ്ധരും മയങ്ങി നിൽക്കും. പിന്നീട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കും. അവളുടെ ഒപ്പം പോകുന്നവർക്ക് മരണം ഉറപ്പായിരുന്നു. കുറച്ചു ദൂരം പോയാൽ അക്കാലത്ത് ജനവാസമില്ലാത്ത ഒരു വനപ്രദേശമുണ്ടായിരുന്നു. ആ കൊടുങ്കാട്ടിൽ ചെല്ലുമ്പോൾ സുന്ദരി വേഷം മാറി തന്റെ സ്വന്തം രൂപത്തിലാകും. അങ്ങനെ ആ വഴി ആരും പോകാതെയായി. ഇതറിഞ്ഞ കായംകുളത്ത് രാജാവ് ഈ യക്ഷിയെ ഓടിച്ചു വിടുന്നതിനായി അനേകം മന്ത്രവാദികളെ അവിടെ വരുത്തി. എന്നാൽ അവരുടെ മന്ത്രവിദ്യകൾ ഫലിച്ചില്ലെന്ന് മാത്രവുമല്ല, കുറെ പേരുടെ ജീവനും നഷ്ടമായി. അങ്ങനെ ഇരിക്കെയാണ് പാറമ്പുഴ എന്ന ദേശത്ത് കുമാരമംഗലം എന്ന ഇല്ലപ്പേരിൽ ഒരു നമ്പൂതിരി ഉള്ളതായി അറിയുന്നത്. അതിൻ പ്രകാരം നമ്പൂതിരിയെ കായംകുളത്ത് വരുത്തി. ഒരു വഴിപോക്കന്റെ പാവത്തിൽ നമ്പൂതിരി കൃഷ്ണപുരത്തേക്ക് പോയി. പതിവ് പോലെ മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ യക്ഷിയും എത്തി. നമ്പൂതിരിയുടെ അടുക്കലെത്തിയ യക്ഷി മുറുക്കാൻ ചോദിക്കുകയും മുറുക്കാൻ മാത്രമല്ല നിനക്ക് വേണ്ടതെല്ലാം തന്നുകൊള്ളാമെന്ന് പറയുകയും ചെയ്തു. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് യക്ഷിയെ ബന്ധിക്കുകയും ചെയ്തു. എന്നിട്ട് നേരെ വടക്കോട്ട് നടന്നു തുടങ്ങി. നമ്പൂതിരിയുടെ മന്ത്രശക്തി കൊണ്ട് ഒഴിഞ്ഞു പോകാൻ നിവർത്തിയില്ലാതാവുകയാൽ യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു. ഇത് കണ്ട് ഇല്ലത്തെ അന്തർജനങ്ങൾക്ക് അതിശയമായി. അവളൊരു അഗതിയാണെന്നും ഇവിടെ ഒരു ദാസിയായി പാർത്തുകൊള്ളുമെന്നും നമ്പൂതിരി പറഞ്ഞു. കൂടാതെ അവളെ 4 കെട്ടിനകത്ത് പ്രവേശിപ്പിക്കരുതെന്നും പറഞ്ഞു. യക്ഷി അവിടം വിട്ട് പോകാതിരിക്കാനായി നമ്പൂതിരി ഒരു നാരായത്തിൽ അവളെ ആവാഹിച്ചു. നമ്പൂതിരി ഇല്ലാത്ത സമയം നോക്കി അന്തർജനത്തിനോട് കേണപേക്ഷിച്ച് 4 കെട്ടിൽ കടക്കുകയും നാരായം ഊരിയെടുക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കൃഷ്ണപുരത്തേക്ക് പോയി. പിന്തുടർന്ന് അവളെ വീണ്ടും ആവാഹിച്ചു. യക്ഷി നമ്പൂതിരിയോട് തന്നെ ദാസിയാക്കരുതെന്ന് കേണപേക്ഷിച്ചു. ആരെയും ഉപദ്രവിക്കാതെ ഇരുന്നാൽ നിന്നെ ഞാൻ എന്റെ പരദേവതയെ പോലെ കുടിയിരുത്തി ആദരിച്ചു കൊള്ളാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നമ്പൂതിരി അവളെ വിടാൻ തയ്യാറായില്ല. അങ്ങനെ ഒരു ശ്രീകോവിൽ പണിയിക്കുകയും ഒരു വിഗ്രഹമുണ്ടാക്കി യക്ഷിയെ ആ ബിംബത്തിൽ ആവാഹിക്കുകയും ചെയ്തു. ആ ഇല്ലത്തുള്ളവർ യക്ഷിക്ക് പതിവുള്ള നിവേദ്യം ഇപ്പോഴും മുടക്കം കൂടാതെ നടത്തിപ്പോരുന്നു.